ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതണം. ഇന്ന് നമ്മൾ ബിസ്മി ക്രഷർക്ക് നമ്മൾ പഴയ പൂട്ടിക്കിടക്കണം ബിസ്മി ക്രഷറിലുള്ള വാട്ടർഫാൾസൊക്കെ പോകാലതാട്ടോ. കുഞ്ഞിമ്മ കുറച്ച് ദിവസമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്ക് തുടങ്ങി. നേരെ വെച്ച് പിടിച്ച് ഒതായി ചാത്തലൂരാണ് ഈ ലൊക്കേഷൻ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പമ്പിലൊക്കെ കയറി അവിടുന്ന് ഡീസലൊക്കെ അടിച്ച് ഞങ്ങൾ വീണ്ടും പോക്ക് തുടങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങാടിയിലെത്തി. അങ്ങാടിയിൽ നിന്ന് ഞങ്ങളൊന്ന് വഴി വെച്ച് പോയാണ്ട് പിന്നെ അവിടുന്ന് അരീക്കോട് റോട്ടിൽ നിന്ന് തിരിച്ച് വന്ന് പിന്നെ ഞങ്ങൾ ലെഫ്റ്റ് എടുത്ത് കയറി പോന്ന് ചാത്തലൂർ റോട്ടിൽ നിന്ന് കയറിയിട്ടോ. ചാത്തലൂർ റോട്ടിൽ നിന്ന് കയറി ഞാൻ ഭയങ്കര ഡ്രൈവിങ്ങാണ്, എന്താണെന്നറിയില്ല. ആകെ കട്ടിങ്ങും ഷേവിങ്ങും ആയിട്ട് നമ്മളിത് വണ്ടി ഓട്ടിക്കൊണ്ട് നിൽക്കുക. ബല ആണെങ്കിലോ പെരും സൊറവർച്ചിൽ, ഇസാപ്പയാണെങ്കിലോ നല്ല കളിയാണ്. ഓനിതെന്തോ ഒരു കൗതുകം പോലെ ഓനെന്തോ പവർ ബാഗ് കണ്ടാണ്ട് അത് നെക്കി കോറി കൂത്തിറക്കുക. അതിൽ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് എത്തി. കുഞ്ഞിമോനി പടവ് ഓള് ലൊക്കേഷൻ കണ്ടോടുകൂടി ഓള് പാഞ്ഞ് പിന്നെ കുട്ടീനെ ഞാൻ ബാക്കിൽ തോളിൽ ഞാൻ ഉരമലും വെച്ച് ഞാനും നടത്താൻ തുടങ്ങി. നമുക്ക് പിന്നെ ഒന്നും അത് തന്നെയാണല്ലോ വൈബ്. ഒക്കത്ത് കയറ്റിയാൽ കുട്ടീനെയും കൊണ്ട് നടക്കുക. പിന്നെ ഇവളിത് നല്ല പ്രകൃതിയും കാര്യങ്ങളൊക്കെ കണ്ട് ഇവളിത് നടത്താൻ തുടങ്ങി. കുറച്ച് നടക്കാണ്ട് കേട്ടോ നമ്മളെ ഈ വാട്ടർഫാൾസൊക്കെ. അപ്പോൾ ഇത് പഴയ പൂട്ടി കിടക്കണ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടത്താൻ തുടങ്ങിയത് ഏകദേശം ഞങ്ങൾ എത്തി വാട്ടർഫാൾസിൻ്റെ അത്ര ഒരു പോയിന്റിലാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഇസാപ്പി തോളൊന്നും ഇറങ്ങുന്നില്ല. പിന്നെ ഞങ്ങൾ കാണുന്നത് ഒരു വള്ളത്തിൽ കൂടെ നടന്നൊക്കെ പോകാണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെയാണ് അങ്ങോട്ട് എത്താമല്ലോ. ഫസ്റ്റ് ഒരു തോട് നീന്തണം. ഒരു തോട് നീന്തിയിട്ട് വേണം നമുക്ക് വാട്ടർഫാൾസൊക്കെ എത്താൻ. അങ്ങനെ വാട്ടർഫാൾസൊക്കെ എത്തിയപ്പോൾ മോനെ ഒന്നും പറയല്ല, അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും ഒന്നും പറയല്ല. ഞാനത് കുറേ കാലമായിട്ട് ഈ ക്രഷറിൽ വന്നിട്ട് ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോൾ ഈ പൂട്ടി കിടക്കുന്ന ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. വാട്ടർഫാൾസൊക്കെ ഫസ്റ്റ് വരികയാണ് ഇപ്പം ഇന്ന്. പറയും പോലെ നമ്മളത് അടുത്ത് തന്നെയാണ് വീട്. ആകെ 7-8 കിലോമീറ്റർ ഓടി നമ്മൾ ഈ വാട്ടർഫാൾസൊക്കെ എത്തുന്നുണ്ട്. പിന്നെ അത് കുറേ നല്ല വൈബും കാര്യങ്ങളുമായിട്ട്. ഇസാപ്പിക്കാണെങ്കിലോ ഇത് കണ്ടോടുകൂടി എന്താ ഓനിതൊന്ന് കാണാത്ത കണ്ടപ്പോൾ ഒരു കൗതുകം പറഞ്ഞ പോലെ ഓന് ഫുള്ള് വൈബിൽ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഈ വീഡിയോ ഒക്കെ എടുത്ത് ഫുള്ള് സെറ്റായിരുന്നപ്പോൾ അവിടെ നല്ല കുളിക്കണ ആൾക്കാരുണ്ട്, ഈ കാഴ്ചകൾ കാണാൻ വന്നവരുണ്ട്. അതേപോലെ സ്കൂളത്തെ കുട്ടികളൊക്കെ ആട്ടോ കൂടുതലില്ലേ. അപ്പം എന്നാൽ അധികം തിരക്കൊന്നുമില്ല, കുറച്ച് കമ്മിയാണ്, തിരക്കും കാര്യങ്ങളൊക്കെ കമ്മിയാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കും കിട്ടിയൊരു വൈബ് പറഞ്ഞ പോലെ ഫുള്ള് വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എടുത്ത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കുഞ്ഞുമ്പം കൂടിയിട്ട് നമ്മളൊരു സെൽഫിക്ക്. അങ്ങനെ ഓൾക്കൊരു പൂതി വെള്ളച്ചാട്ടത്തേക്ക് പോയാലോ എന്നല്ലേ. അപ്പോൾ ചാട്ടം തുടങ്ങി, ഓള് നടത്തം തുടങ്ങിയിട്ടോ വെള്ളത്തേക്ക്. ഓൾക്ക് പിന്നെ വെള്ളം കണ്ടാൽ കുളിച്ചും കൊണ്ട് ആറാട്ട് പറഞ്ഞ പോലെ ഓള് നേരെ ഒന്നും നോക്കിയില്ല. ഓള് ചാടി, ഓള് വെള്ളത്തിൽ പോയി. ഓളാണെങ്കിലോ ഫുള്ള് വൈബ്. ഞമ്മക്കാണെങ്കിലോ ട്രൗസറും പാൻറ്റും ഇല്ലാത്തതുകൊണ്ട് ഞമ്മക്ക് ഇറങ്ങാനും നിൽക്കാനും കഴിഞ്ഞില്ല. ഓളിത് പുതിയതാണോ പഴയതാണോ നോക്കിയില്ല. ഓള് ഇട്ട രസമ്മ ഓള് പോയാണ്ട് ആ വൈബൊക്കെ കണ്ടോടുകൂടി ഓൾക്ക് ആകെ വൈബ് കയറി. പിന്നെ ഒന്നും നോക്കിയില്ല, ഓളും നനഞ്ഞ് കുളിച്ചാൽ തുടങ്ങിയിട്ടോ. കുളിച്ചിട്ട് കുറച്ച് ദിവസമാണെങ്കിൽ കുളിച്ചപ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ഒരു ചൊറുക്കൂടി ഓള്. ഈ ആംബിയൻസൊക്കെ കണ്ട് ഓളും വൈബായി, നമ്മളും വൈബായി. ഇസാപ്പിക്കാണെങ്കിലും അതിലേറെ വലിയ വൈബ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഓല് നമുക്ക് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും. അതിനൊക്കെ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടോ അവർ. ഒന്നാമത് കുട്ടിയായി ഞങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അവരും ഒന്ന് നമ്മളെ ഈ ഹെൽപ്പ് ചെയ്യാനും കുട്ടീനെ പിടിക്കാനൊക്കെ അവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നു. പിന്നെ അവിടുത്തെ കണ്ടില്ലേ ഒരുപാട് വെള്ളച്ചാട്ടം പോലെ ഉണ്ട്, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. ഇതാണ് കേട്ടോ വലിയ വെള്ളച്ചാട്ടം. എന്നാലും ഞങ്ങൾ പോയ ടൈമിൽ കുറച്ച് മഴ കമ്മിയായതുകൊണ്ട് വൈബ് സെറ്റായിരുന്നു കേട്ടോ. എല്ലാ വൈബിലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു. കുഞ്ഞുമ്മ യോയും പറഞ്ഞാണ്ട് ഓള് വെള്ളത്തിൽ നിന്ന് ഓള് മാറ്റി കുളിച്ച് ഓളെ കുളിയും കഴിഞ്ഞ് ഓള് കയറി പിന്നെ കുട്ടീനെ കളിപ്പിച്ചല്ലോ തുടങ്ങി. ഇസാപ്പി ആണെങ്കിലോ വെള്ളത്തിലാണ് നിന്നതിൽ ഇസാപ്പിക്ക് എന്തോ ഊറ്റം കിട്ടിയ പോലെ. ഇസാപ്പി ആകെ ഊറ്റത്തിൽ കയറി. പിന്നെ കുട്ടികളും ഭയങ്കര ചാട്ടും കളിയായിട്ട് ഓൽക്കില്ലേ നമ്മൾ മാറിക്കൊടുത്തിട്ടോ. പിന്നെ സ്കൂളിൽ നിന്ന് വന്ന ചെറുക്കന്മാരും ഫുള്ള് ഇത്. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ കുഞ്ഞുമോ കല്ലൂത്തിയിട്ടാണെങ്കിൽ അതിൽ നടക്കാനും വെച്ചാൽ ഓളില്ല ചെരുപ്പും വെള്ളച്ചാട്ടം കണ്ടതിലില്ല ചെരുപ്പ് എടുത്ത് എറിഞ്ഞ് പിന്നെ ചെരുപ്പും തിരഞ്ഞ് നടക്കുക. ഞാൻ ഇസുവിനായിട്ട് ഞാനും മുന്നിൽ നടന്നു. ഞങ്ങൾ ആംബുലൻസ് കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ പവറാക്കിയാണ്ട് ഞങ്ങളവിടെ നിന്ന് വല്ല ഇറങ്ങാൻ തുടങ്ങിയിട്ടോ. ഋതു പോന്നില്ലല്ലോ, ഓന് സ്കൂളിൽ നിന്ന് വരാനുള്ള ടൈമായി. പിന്നെ അവിടെ ഒന്നും പറയാനില്ല, സെറ്റ് സ്ഥലം, നല്ല വൈബ്, നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒന്ന് കാണാത്തോല് വന്ന് നിർബന്ധമായിട്ട് കാണണം കേട്ടോ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ നടന്നിങ്ങനെ തുടങ്ങിയാൽ ഓരോ ഫാമിലി വന്നുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇവിടെ ആള് കമ്മിയില്ല, ഏത് ടൈമിലും ആളിവിടെ ഫുള്ളാട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ഇറങ്ങി തുടങ്ങി. പിന്നെ കുഞ്ഞിലങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതാട്ടെ നമ്മൾ വരുന്ന വഴിയൊക്കെ.
അതിലെ കുറച്ച് കാടും കുറച്ച് കല്ലും മലയും പറഞ്ഞ പോലെ. ഏതായാലും കുഞ്ഞിമ്മ നടന്നിട്ടാണ് എത്തണില്ല. ഓളെ ഏതായാലും നടന്ന് താഴത്തെത്തി ഓളെ അഭിപ്രായം ചോദിച്ചപ്പോ നമ്മളെ പരിപാടി എങ്ങനെ ഉണ്ടായിന്? അടിപൊളി സെറ്റാ? എന്നാ ഞാൻ പോവാല്ലേ നമുക്ക്? ഞങ്ങൾ വീട്ടിൽ പോകണ്ട ഗൈസ്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചോടിക്കുക. ഓക്കെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ താഴത്തൊക്കെ എത്തി. ഞങ്ങൾ പോകാനില്ലാതിരിക്കാട്ടോ. ഞാൻ വണ്ടി കയറി, വണ്ടി എടുത്ത് ഓള് മതിലൊക്കെ ചാടി പുറത്തെത്തി. പിന്നെ ഞങ്ങൾ പോക്കായിട്ടൊന്ന്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഓള് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.